അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നടി ശ്വേതാ മേനോന്റെ ഹർജി എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമസാധുതയൊക്കെ സംശയത്തിലാണ് എന്ന നിഗമനം കോടതിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്വേത പ്രസിഡന്റായ കമ്മിറ്റി തുടരുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അമ്മയുടെ ബൈലോയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിൽ വളരെ കൃത്യമായി അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുതയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹർജിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതിനെതിരെ ശ്വേതയുടെ വാദം കോടതി കേൾക്കുന്നുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടിയും എതിർപ്പ് അറിയിച്ചേക്കുമെന്നാണ് വിവരം പുറത്തുവരുന്നത്. രമേശ് പിഷാരടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ തലവനായി നിയമിക്കപ്പെട്ടിരുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ വനിതാ താരങ്ങൾ പരസ്പരം പോർവിളികളുമായൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. കോടതിയെ എന്ത് ബോധ്യപ്പെടുത്താനാണ് ശ്വേത ശ്രമിക്കുന്നത്? ഒപ്പം നിയമസാധുതയുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, അഡ്ഹോക് കമ്മിറ്റി ബൈലോ പ്രകാരം നിലവിൽ ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണോ ശ്വേതാ മേനോൻ കോടതിയെ ചൂണ്ടിക്കാട്ടിയത്? നിയമപ്രകാരം അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതലയേൽക്കാൻ കഴിയില്ല. അഥവാ ഈ നിലവിലുള്ള സംവിധാനം രാജിവെക്കുമ്പോൾ അതിന് പകരമായി ചുമതലയേൽക്കുക പുതിയ ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആയിരിക്കണം അഡ്ഹോക് കമ്മിറ്റിയായി തുടരേണ്ടത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട, അതായത് അമ്മയുടെ തലപ്പത്തുള്ള ചില പ്രധാനപ്പെട്ട ആളുകൾ രാജിവെക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും ആരോപണ വിധേയരായപ്പോഴും അടിയന്തരമായി മോഹൻലാൽ ഈ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഇതിലുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് കൈനീട്ടം, അതല്ലെങ്കിൽ ഇവരുടെ ചികിത്സാ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ, അടുത്ത ജനറൽ ബോഡി വരുന്ന സമയം വരെ അതിന് ചുമതല ഏൽക്കാൻ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുകയായിരുന്നു. അത് പഴയ കമ്മിറ്റി തന്നെ തുടരട്ടെ, അഡ്ഹോക് കമ്മിറ്റിയായി എന്നുള്ളൊരു സാഹചര്യമാണ് വന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ശ്വേത കോടതിയിൽ അഡ്ഹോക് കമ്മിറ്റി ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല, പക്ഷേ അഥവാ ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അഡ്ഹോക് കമ്മിറ്റി പഴയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരേണ്ട സാഹചര്യമുണ്ടെന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിട്ടതിനെതിരായ സാഹചര്യവുമായി, അതിൽ എതിർവാദവുമായി രമേശ് പിഷാരടിയും കോടതിയെ സമീപിക്കും. ഈ ഭരണസമിതിക്കെതിരെ, അതായത് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്കെതിരെ നടിമാരായിട്ടുള്ള ഉഷ, പൊന്നുമ ബാബു, അതുപോലെ അൻസിബ, ഹസൻ, മാല പാർവതി തുടങ്ങിയ ആളുകളൊക്കെ കോടതിയിലെത്തിയിട്ടുണ്ട്. അവർ ഈ അഡ്ഹോക് കമ്മിറ്റി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ, അതായത് ശ്വേതാ മേനോന്റെ കമ്മിറ്റി മിനിറ്റ്സ് നടത്തിയിട്ടുള്ള തിരിമറി അവർ തുടരുന്ന സാഹചര്യം ഒക്കെ ചോദ്യം ചെയ്തിട്ടായിരിക്കും.